മണവാളൻ എന്ന് പറഞ്ഞ യൂട്യൂബർ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവനെന്തോ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നു, ഏണ്ടൊക്കെ ചെയ്യുന്നു. മീഡിയ പറയുന്നു അവനെങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു കുറച്ച് പേരെ. അവൻ എന്നിട്ട് ലോക്കപ്പ് പോട്ടെ, ജയിലിൽ കൊണ്ടിടുന്നു, സബ് ജയിലിലോട്ട് ഏതോ ഒരിടത്ത് കൊണ്ട് റിമാൻഡ് ചെയ്യുന്നു, ബലമായിട്ട് മുടി വെട്ടിക്കുന്നു. എന്നത് വാർത്തയാവുന്നു. എന്നിട്ട് ഇവന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. എന്നിട്ട് ഇപ്പോൾ ചെറുക്കൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവനൊരു വീഡിയോ ഇടുന്നത് കാണണമെന്നേ. ആ വീഡിയോ പോയി കണ്ടു നോക്കും. മണവാളൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബറിൻ്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ ഒന്ന് കാണണ്ടേ കേട്ടോ. ഞാൻ ആദ്യം ഒരു സംശയം ഉണ്ടാകുന്നു, ഇവരെ നമ്മളിപ്പോൾ ഒരാളെ ഒന്ന് എന്താ പറയുക അപകീർത്തിപ്പെടുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേസ് ലീഗൽ സാധനങ്ങളിലൂടെ കുഴച്ച് വെച്ചിട്ട് മാനസിക രോഗമാണ്, കൊല്ലാൻ ശ്രമിച്ചു, പട്ടാളം വരുന്നു, അവരെ തെറി വിളിച്ചു, പലരെ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ഇറക്കി വിടുകയും മീഡിയക്കാരെ. കള്ളമാണ് പറയുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ഇതൊരു വല്ലാത്ത ഗതികേടല്ലേ അവരുടെ. ഒന്നാലോചിക്കുക, എന്തൊരു ഗതികെട്ട ജീവിതമാണ് ഇത്. ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ യൂട്യൂബർമാരെന്തോ കാണിക്കാനാണ്. ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരവരുടെ വഴിക്ക് അതൊക്കെ ചെയ്യുന്നു. ചിലർ പല രീതിയിലുള്ള കണ്ടൻറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യുന്ന ആരെങ്കിലും വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തരം ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ. അതിപ്പോൾ പോലീസുകാരും ഈ മെയിൻ സ്ട്രീം മീഡിയാസാണ് കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരായിട്ട് മാറിയേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര കള്ളത്തരം പറഞ്ഞ് ജീവിക്കുക കുറച്ച് പേര്. അതൊരു വല്ലാത്ത ഗതികേടാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നതില്ല. എനിക്ക് തോന്നുന്നു ഈ മീഡിയ അറ്റൻഷനൊക്കെ തെറ്റിച്ച് ഇതിലും വലിയ സിവിയറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും അല്ല പ്രശ്നം, ഇതൊക്കെ എന്ത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയമുണ്ട്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഭീകര അന്തരീക്ഷമായിട്ട് ഇത് കൊല്ലാൻ ശ്രമിച്ചു, വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ പറയുന്നുണ്ട്, ഇവൻ കുറേ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ മറിഞ്ഞു വീണതാണ് ഈ ബൈക്കുകാർ മുന്നിൽ. അപ്പോൾ ആ മറിഞ്ഞു വീണ ബൈക്കിന് ആ വീണ വണ്ടിയുടെ ഫ്രണ്ട് ഡാമേജ് ആയിട്ടുള്ളൂ, ബാക്കിലൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം മിസ്സാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വണ്ടിയെ വല്ല പാടുണ്ടോ എന്നുള്ളത്, ഇവൻ ഇടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അവൻ്റെ വണ്ടിയിൽ അവൻ ഇടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് കണ്ടാൽ അറിയാം. ഒരു മുട്ടിയാൽ അവത്തിൽ എന്തെങ്കിലും ഒരു പാട് കാണത്തില്ലേ? അങ്ങനെ ഒന്നും അതൊക്കെ വേണ്ടേ? പിന്നെ CCTVയിൽ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറുക്കൻ രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പോലീസുകാർ ചുമ്മാ അതുവഴി പോരെ ഇതുവഴി പോരെ എല്ലാം വലിച്ചു കയറ്റി പിടിച്ച് ഓരോ പ്രതിയാക്കി അവർ ചുമ്മാ ഇങ്ങനെ മീഡിയ കൊണ്ടുവന്ന് ഇത് ഇട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കാതെ മീഡിയക്കാരൻ കഥ എഴുതാൻ എന്താണെന്നും പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ പോലീസിന് കേസെടുക്കാൻ പറ്റും. എന്തുകൊണ്ട് പോലീസിനെ പറ്റി അനാവശ്യം പറയാത്ത ഒരു അനാവശ്യങ്ങൾ, അതായത് ഇതേപോലെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോലീസിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് വെറുതെ എന്തിനു ചെയ്യുമോ? ഇല്ലല്ലോ. പോലീസുകാർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. അപ്പോൾ പോലീസുകാർ ഇത് പറയുന്നുണ്ട്. എൻ്റെ കേസിൽ ഞാൻ ഒളിവിൽ പോയെന്നൊരു കള്ളവാർത്ത വിടുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തിരുവല്ല എന്നുള്ള SHOയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടായിരിക്കും. അത് ഈ മീഡിയക്ക് കൊടുക്കുന്നൊരിതാണ്. ഞാൻ ഒളിവിൽ പോയെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക, പിറ്റേ ദിവസം രാവിലെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുക്കുക. അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് ശരിക്കും. അല്ലാതെ അങ്ങനെ പോലീസിനെ പറ്റി വെറുതെ അങ്ങനെ ഒരു മീഡിയക്കാരന് പറയാൻ പറ്റത്തില്ല. വെറുതെ ഒരു മീഡിയ വന്നിട്ട് പറയുക പോലീസ് അങ്ങനെ ചെയ്തു, പോലീസ് ഇങ്ങനെ ചെയ്തു, പോലീസ് മറ്റേതാക്കി, ഇവിടെ കൊല്ലാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, പോലീസും മീഡിയയും കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ട് അത് ചെറുപ്പക്കാരെ പറ്റിയൊക്കെയല്ലേ ഈ പറയുന്നത്. ഇപ്പം എനിക്ക് പിന്നെയും ഒരു പരിധി വരെ ഇതൊന്നും ബാധിക്കുന്നില്ലെന്ന് വേണേൽ പറയാം. അങ്ങനെ എൻ്റെ ക്യാരക്ടർ അറിയാവുന്ന, അല്ലെ എന്നെ പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ നമ്മളൊക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ ജോലിയും എല്ലാം പരിപാടിയും കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്നൊരു തരത്തിലുള്ള. മറ്റേത് അങ്ങനല്ല, ഇതെല്ലാം കൊച്ചു പിള്ളേരാ. പലരെ പറ്റിയും കള്ളക്കേസുകൾ. ഈ നാട്ടിൽ എന്തോരം കള്ളക്കേസായി, പല ബോക്സോയും കള്ളക്കേസ്. ഒന്നാലോചിക്കുക, പീഡനങ്ങൾ കള്ളക്കേസ്, ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു കാലാകാലങ്ങളായിട്ട്. എന്നിട്ട് അതിന് ഒരു 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 പ്രതിവിധിയില്ലാതെ ഇത്രയും അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഭവങ്ങളെല്ലാം ഇത്രയും നടക്കുമ്പോഴും പോലീസ് ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവരെന്തെങ്കിലും തരത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പോലീസ് സിസ്റ്റമാണ് ഞാനീ പറയുന്നത്. മൊത്തത്തിലുള്ള പോലീസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കോടതിയൊന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല. ഇതിൻ്റെ ഈ കള്ള വാർത്തകൾ, ആൾക്കാരെ പറ്റി ഉള്ള വാർത്തകൾ, ഇതൊക്കെ നിർത്തുക ചെയ്യേണ്ടത്. ഇതെങ്ങനെ നിർത്തും? ഈ കള്ളത്തിനെ കുറിച്ച് നിർത്തണ്ടേ? കളവല്ലേ നമ്മൾ നിർത്തണ്ടേ? അതെങ്ങനെ എന്ത് ചെയ്യും? ഞാനിപ്പോൾ എന്തോ മയിരെന്ന് പറഞ്ഞതിനാന്ന് വലിയ സീനായത്. പക്ഷെ അതിലും കൂടിയ പരിപാടി ഈ നടക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് വലിയ പ്രശ്നമില്ല. പറയുന്ന കാര്യങ്ങളുണ്ട്,
അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു വാക്ക് വന്നതല്ല പ്രശ്നം. ശരിക്കും ഞാൻ പറയുന്ന കാര്യത്തിനുള്ള സിവിയറിറ്റി വെച്ചിട്ടല്ലേ എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, അത് സംസാരിക്കുന്നില്ലല്ലോ ആരും. പകരം അയാൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു, പിന്നെ മിലിറ്ററി അവമാനിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഇല്ലാത്ത കഥകളൊക്കെ പറയുന്നത് പോലീസും ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്നവരും നാളെ നിനക്ക് പണി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു CI ആണ്. അതുപോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കേസിനകത്ത് ഇങ്ങനെ ഒരുത്തനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവനെ ഇത്രയും നശിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാനസിക രോഗം കൊണ്ട് മുടി വെട്ടി നിർബന്ധിച്ച് മുടി വെട്ടി കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കൂ. ഇതെവിടെ നിന്ന് ഇവർക്ക് ഈ വാർത്ത കിട്ടുന്നേ? ഈ മാധ്യമങ്ങൾക്ക്. അങ്ങനെ കൊടുത്താലും ഇവരെയൊക്കെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇന്നത്തെ ഇവിടുത്തെ കുട്ടികൾ, ഇതിപ്പോൾ മാധ്യമ പ്രവർത്തകൻ്റെ ആയാലും ഈ പോലീസിൻ്റെ ആയാലും ആരുടെ ആണെങ്കിലും, നിങ്ങൾ ഈ സൊസൈറ്റിയിൽ അത് ചെയ്യുന്നത് തിരിച്ചടി കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടും. കാരണം ആ ഒരു സമൂഹത്തിലാണ് ഇവരെല്ലാം ജീവിക്കുന്നതെന്ന് ഓർക്കണേ. ഈ സമൂഹത്തിൽ കിടന്ന് ഇത്രയും തീട്ടപ്പണികൾ ചെയ്യുമ്പോഴും കള്ളത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഇതൊക്കെ അനുഭവിക്കാൻ ഇവർ തന്നെ ചിലപ്പോൾ അനുഭവിച്ചെന്നിരിക്കും. മനസ്സിലായി? ഇവരൊക്കെ തന്നെ നാളെ ഇത് ഫേസ് ചെയ്യാൻ പോവുക. ഇതുപോലെ കള്ളത്തരങ്ങളിൽ പെടാനും ഒക്കെ ഉള്ള സാധ്യതകളാണ്. അതിന് ഇവർക്കൊരു ബോധ്യവും ഇല്ല, ഇവർക്ക് യാതൊരു ധാരണയില്ല അതിനെപ്പറ്റി. എന്നാൽ നിയമം സംരക്ഷിക്കുന്നവർ ആരും ഇതിനു വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്യുന്നില്ല. കള്ളത്തരങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ പോലീസും മീഡിയയും. അല്ല, നിങ്ങൾ നോക്ക്, എല്ലാ കള്ളത്തരം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മുഴിപ്പിച്ച് കാണിക്കുക. ഇപ്പോൾ ഏതോ കൊച്ചുങ്ങളാണ്ട് വണ്ടിക്ക് വെളിയിലോട്ട് തലയിട്ട് പാട്ട് പാടിയെന്നോ ഒരു കല്യാണത്തിന് പോയെന്നൊക്കെ പറയുന്നത് പിടിച്ചുകൊണ്ട് നടന്നു വലിയ പോസ്റ്റ് ഉണ്ടാക്കി അത് ഫേസ്ബുക്കിൽ ഇടുക. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് കിട്ടും, ഇങ്ങനത്തെ ചെറിയ പെറ്റി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് അതിനകത്ത് പെട്ടവനെ അങ്ങ് വലിയ ക്രിമിനൽ പോലെ ആക്കി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അത് മീഡിയ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്ക് വലിയ കാര്യങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല ഇത്രയും കൊലപാതകങ്ങൾ. ഇന്നും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് അവൻ്റെ അപ്പൻ്റെ തല അടിച്ച് പൊട്ടിച്ച് കൊന്നു, അല്ല അപ്പനെ തല്ലിക്കൊന്നു, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തല്ലിക്കൊല്ലുന്നത്. ഇഷ്യൂസ് കൂടിയിട്ടുണ്ട്, ശരിക്കും നല്ലപോലെ കൂടിയിട്ടുണ്ട്, പഴയതിനേക്കാളിലും ഇരട്ടിയായിട്ടുണ്ട്. കൂടിയെന്ന് പറഞ്ഞാൽ ഇരട്ടി നല്ല 10% കൂടി കാണും. പക്ഷെ മീഡിയ ഇതിനകത്ത് ചെറിയ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഇല്ലാത്ത മുഴുവൻ വാർത്ത ഇപ്പോൾ കുറച്ച് നാളായി ഇതൊരു ട്രെൻഡിങ് പോലെ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊക്കെ കേട്ടാലേ ഒരു സുഖമുള്ളൂ, സ്ഖലനമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകൾ വരുന്നത്. ചെറിയ ചെറിയ കേസുകളൊക്കെ വിട്ടു, എല്ലാം വൻ കൊലപാതകങ്ങൾ നടക്കുന്നൊരു നാടാണ് കേരളം എന്നുള്ളൊരു പിക്ചർ. പക്ഷെ ഇതിനു മുമ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കൊലപാതകങ്ങളും ഭീകരം തന്നെയാണ്, എല്ലാ പീഡനങ്ങളും ഭീകരമാണ്. പിന്നെ പല കൊലപാതകത്തിന്റെ പുറയിലുള്ള കഥകൾ അതിലും വലിയ കൊലപാതകങ്ങളും അതിലും വലിയ പീഡനങ്ങളും ആയിരിക്കും. മനസ്സിലായി? പല കൊലപാതകം ചെയ്തവന്മാരും ഭയങ്കര പാവങ്ങളാണ്. എനിക്ക് ചിലരെയൊക്കെ അറിയാം, ചില ഗുണ്ടകളെയൊക്കെ അറിയാം, പാവം പിടിച്ച മനുഷ്യർ. അവരിങ്ങോട്ട് എത്തിപ്പോയി, അവരത് ചെയ്യേണ്ടി വന്നു, ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കുറേ പേര്. പക്ഷെ ക്രിമിനൽ, ഈ മറ്റേ സൈക്യാട്രിക് പ്രോബ്ലം ഉള്ള കില്ലേഴ്സ്, സീരിയൽ കില്ലർ പോലത്തെ ആളുകൾ, ഇപ്പോൾ ഗ്രീഷ്മയെ പോലത്തെ പെൺകുട്ടികൾ, ഈ പറഞ്ഞ ജോളിയെ പോലത്തെ സ്ത്രീകൾ, എത്ര പേരായി ഇങ്ങനെ. ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. എന്നാൽ മറിച്ചോ സാധാരണക്കാരായ ഒരു ഒരു ക്രിമിനൽ ടെൻഡൻസിയോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാത്ത മറ്റെല്ലാ ഏരിയയിലും മര്യാദയ്ക്ക് തന്നെ കാര്യങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ട് വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണം, എന്നിട്ട് വേണം എനിക്ക് ജോലി നിലനിർത്താൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം പോറ്റാൻ എന്ന് വിചാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും മാധ്യമ പ്രവർത്തകനും ഉള്ളപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവർക്ക് എന്താ പ്രശ്നം ഇവരുടെ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ പ്രശ്നം എന്തുവാണ്. ഇവർ ഈ കള്ളം പറയുമ്പോൾ ഇവർക്കൊരു ഒരു നാണോ ഉളുപ്പോ ഒന്നും ഉണ്ടാകുന്നില്ലേ? ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉളുപ്പുണ്ടാകുന്നില്ലേ? കള്ളക്കേസുകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം പറ്റിയിട്ട് അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഇങ്ങനെ ഇരയാക്കുന്നതിൽ ഇവർക്ക് നാണം തോന്നുന്നില്ലേ? ഇവർ കുട്ടികളെ വളർത്താനൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇവർ ഭാര്യയും കൊച്ചുമൊക്കെ ഉള്ളവരാണ്, ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ സന്തോഷം ഇവർ കണ്ടെത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ കള്ളം പറഞ്ഞുണ്ടാക്കരുത്. എന്നാലും ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ കള്ളം പറഞ്ഞ ഒരു പരിപാടി ഇവിടെ ചെയ്യത്തില്ല. കള്ളത്തരങ്ങളെന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഈ സാധനം കാണുമ്പോൾ എന്ത് തോന്നുന്നു അത് ഞാൻ പറയുന്നതിനാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്. പക്ഷെ ഇവന്മാരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ കള്ളം പറഞ്ഞില്ലേ, അവർ കൈക്കൂലി മേടിച്ചില്ലേ, അവർ കള്ളക്കേസ് ഉണ്ടാക്കിയില്ലേ, അവർ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയില്ലേ, അല്ലെങ്കിൽ സ്വാധീനത്തിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു ചുമ്മാ ചിന്തിച്ചു നോക്ക്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ ഇവരൊക്കെ. എന്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത് മനസ്സിലാക്കാനുള്ളൊരു മിനിമം ബുദ്ധി പോലും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. മാധ്യമപ്രവർത്തകനകത്ത് ഈ മർദ്ദന സാഹചര്യമൊക്കെ അതിനകത്ത് പെടും. അപകീർത്തിപ്പെടുത്തുക, ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടികൾ ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിങ്ങും കള്ളക്കേസുകളും അങ്ങനെ പീഡനങ്ങളും കള്ളപ്പീഡന പരാതികളും എല്ലാം നിറഞ്ഞു. അപ്പോഴും ഈ പറഞ്ഞ പോലീസും കോടതിയും ഒന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെതിരെ കോടതി ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. ഇങ്ങനത്തെ പ്രഹസനങ്ങൾ കാണിക്കാൻ പോലീസിനെ അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മാധ്യമങ്ങളെ അനുവദിക്കാൻ പാടില്ലാത്തതല്ലേ ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ? അതും ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവരും നല്ല റവന്യൂ ഉണ്ടാക്കുന്ന ആളുകളാണ്. അവര് സത്യം പറഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ആവാം, അങ്ങനെ തന്നെ പറയാം. സഞ്ജു ടെക്കി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം അതിനകത്ത് കാറെ കയറ്റിയപ്പോൾ ഉണ്ടാക്കിയ വിഷയം കണ്ടില്ലേ? ലൈസൻസ് ആജീവനാന്തം കട്ടാക്കാനും വേണ്ടി എന്ത് ക്രൈം, എന്ത് അപകടമാണ് അവിടെ ഉണ്ടായത്. അതിൽ കൂടുതൽ അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടാക്കുന്ന തരം പ്രശ്നങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഴിയിൽ അനാസ്ഥ കൊണ്ട്, ഏതിൻ്റെയാ, റോഡ് വികസന കോർപ്പറേഷൻ്റെ അനാസ്ഥ കൊണ്ട് ഒരു കുഴിയിൽ വീണൊരു പയ്യൻ, ഒരു സൊമാറ്റോക്കാരൻ മരിച്ചില്ലേ? എല്ലാ ദിവസവും ഇങ്ങനത്തെ ആക്സിഡൻസ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അതിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം യൂട്യൂബർ വണ്ടിയിൽ വെള്ളം വെച്ചു, അത് ഭയങ്കരമായ കുറ്റമാണ്, അവൻ്റെ ലൈസൻസ് ആജീവനാന്തകാലം കട്ട് ചെയ്യണം, ഇങ്ങനത്തെ നടപടികൾ എടുക്കുന്നു. ആരെയും പറ്റിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരാളെ പറ്റിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് അപകടം ഉണ്ടാകത്തില്ല, ഒരാൾ മരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലേ? പിന്നെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കള്ളനായിരിക്കും ഉണ്ടാകുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഒരിക്കലും ഒരു ക്രൈം ചെയ്യുന്ന രീതിയിൽ ഇടപെടാൻ പറ്റത്തില്ല അവർക്ക്. അവരത്രയ്ക്കും വിസിബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തൊപ്പി എന്ന് പറഞ്ഞ ആ പയ്യനെ കഥക് ചവിട്ടി പൊളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സീൻ എന്തിനാണെന്ന് ചോദിച്ചാൽ വളിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസും പരിപാടിയൊക്കെ ആയിട്ടാണ്. പിന്നെ അവൻ MDMA ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഖവാലയാന്ന് വാർത്ത വരുന്നു. ഇതൊക്കെ എന്താ? അവൻ എത്ര വയസ്സുണ്ട്? മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്ന ആളുടെ ഒരു ഗതികേട്, അല്ലെങ്കിൽ ആ ഉളുപ്പില്ലായ്മ, ഒരു മാനമില്ലായ്മ, ഒരു നാണമില്ലായ്മ, അവൻ പണം സമ്പാദിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം, ഇതൊക്കെയാണെങ്കിൽ ഈ ആളെ ഇതൊക്കെ ചെയ്തൊരാളെ കാണുകയാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ അയാളോട് എന്ത് പറയും നമ്മൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോടുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ ഉള്ള പലർക്കും അസൂയ കൊണ്ടോ അല്ലെങ്കിൽ തൊപ്പിയോടുള്ള വിരോധം, അങ്ങനെ പലതരത്തിൽ വിരോധം എല്ലാവർക്കും തോന്നാം. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചവരും മാധ്യമ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ തന്നെ ചിലപ്പോൾ കൂട്ടം കൂടി ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവൻ അങ്ങനെ രസിച്ച് നടക്കുകയാണ്, അല്ല അവൻ ഇത്രയും കാശുണ്ടാക്കുന്നു, അവൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആള് കൂടുന്നു. ഇങ്ങനത്തെ അസൂയ ഉള്ളവരെ സന്തോഷപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷമായിട്ട് മാറ്റാനാണോ ഈ പോലീസും പട്ടാളവും ഇവിടുത്തെ മാധ്യമങ്ങളും നിയമവ്യവസ്ഥതയൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇതത്ര വലിയ വിഷയമല്ല. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ, ഇന്ന് നടക്കുന്ന കേസുകൾ, ഈ വാർത്തക്കിടയിലാണ് തൊപ്പിയുടെ വളി വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പറഞ്ഞ പയ്യൻ സൊമാറ്റോക്കാരൻ കുഴി വീണ് മരിച്ചു. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയ യുവാവ് അനാസ്ഥ കൊണ്ട്, ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട്, അവിടുത്തെ വർക്ക് അല്ലെ അവിടുത്തെ വേണ്ടത്ര ബാരിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ കുഴി മൂടാതെ വെച്ചു, അതുകൊണ്ടൊരു ഒരു വെള്ളക്കെട്ടാണത്, അതിനകത്ത് വീണ് മരിച്ച വാർത്തയും തൊപ്പിയുടെ വളയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മണവാളനെ ഇവർ കുടുക്കിയത് നോക്ക്. പിന്നെ കുറേ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. പോക്സോയ്ക്കകത്ത് പെട്ട മറ്റേ അവനുണ്ടല്ലോ, ഒരു VJ മച്ചാൻ, ജാമ്യം കിട്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കിന് വേറെ കഥ പറയുന്നുണ്ട് ഈ പിള്ളേരൊക്കെ പലതും. അറിയാതെ പറ്റിയതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതോ, ഇവരാണ് പ്രായമൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് ഈ വന്ന കാലത്ത്. അങ്ങനെയൊക്കെ ചില ചാറ്റും പരിപാടിയൊക്കെ ആയിട്ട് അല്ലെ, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഒന്നും അറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിലൊക്കെ ഇവർക്ക് ഒരു മനഃപൂർവ്വം ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ആളുകളെ അല്ല ഇങ്ങനൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പോലും പോകാത്ത ടൈപ്പ് പിള്ളേരെ. ഇതൊക്കെ ഇതൊന്നും പ്രായമൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് വേണ്ടത്ര അറിവുകൾ കിട്ടിയിട്ടില്ല, അവർക്കിത് മനസ്സിലായിട്ടില്ല, അവരിത് എങ്ങനെ തിരിച്ചറിയുമെന്ന് അറിയാത്ത തരം ആളുകൾ. അവരുടെ കയ്യബദ്ധങ്ങൾ പറ്റിക്കഴിയുമ്പോൾ അവർ ഫേമസ് ആയതുകൊണ്ടാണ് പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ കൂടുന്നത്. അവർ ഫേമസ് ആയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ നശിച്ച രാജ്യത്ത്, ഈ നശിച്ച നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പടുകുഴി കിടക്കുന്നവർ ചിലപ്പോൾ ചില യൂട്യൂബ് ചാനലിൽ വല്ല പോക്കൃത്തരം കാണിച്ചിട്ടാണെങ്കിലും പോക്കൃത്തരം എന്ന് പറയത്തില്ല, കോമാളിത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനെ കൂടി ഇല്ലാതാക്കിയിട്ട് എന്ത് തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യണം? ഇങ്ങനെയാണോ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്? എനിക്ക് അത്രേ അറിയാവുള്ളൂ. എന്നാ പിന്നെ ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ, അതിനുള്ള റെസ്ട്രിക്ഷൻസ്, ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനങ്ങൾ വേണം, സ്കൂളിൽ പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ശരിക്കും സ്കൂളിൽ വേണം. സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല,
കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഈ വാട്സപ്പ്, മറ്റ് മെസ്സഞ്ചർ, കോള്, ഇതുവക കാര്യങ്ങളെ പറ്റി പഠിക്കണം കുട്ടികൾ. കൊച്ചിലെ തൊട്ട് ഇതൊക്കെ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഹോംവർക്ക് കൊടുത്തു വിടണം. ഇന്ന വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വീഡിയോകൾ അവരെ കാണിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തോട്ട് നോക്കാൻ സമയം പോലും കിട്ടാത്ത രീതിയിലാക്കാൻ പറ്റും. സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ എൻ്റർടൈൻമെൻറ്റും സ്റ്റഡിയും സ്പോർട്സും ഗെയിംസും എല്ലാം ഇതിനകത്ത് പെടുത്തണം. അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊന്നും ചെയ്യാതെ എല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു കുട്ടി എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയവരെ ശിക്ഷിച്ചും ആ ശിക്ഷ കണ്ട് ആനന്ദിക്കുന്നവര് എൻ്റർടൈൻ ചെയ്തും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഗതികെട്ട ജീവിതം മാത്രമാണ്. നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ഇതൊരു കഴിവൊന്നും അല്ല. ഒരുത്തിനെ പെടുത്താനോ അല്ലെങ്കിൽ ഒരു അധികാര പദവിയിൽ എത്തിയിരിക്കുന്നു. എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ല പൊസിഷനൊക്കെ, ജോലിയിലൊക്കെ. ഞാൻ ഒരിക്കലും ഇതിനകത്ത് താഴോട്ടോ മുകളോട്ടോ ഒന്നും ഈ എന്താ പറയുക കള്ളത്തരം ചെയ്ത് ഒരു പരിപാടി ചെയ്തിട്ടില്ല. എനിക്കത് പറ്റുന്നില്ലാന്നോ. അത് ഇയാൾക്കൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഒരാളുണ്ടാകും, ഞാൻ അവനോട് പണിഞ്ഞേനെ ഈ നേരം കൊണ്ട്. അവനെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയേനെ. അപ്പോൾ അങ്ങനെ ഒരാൾ പോലും അവിടെ ഇല്ല. ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലാതെ എനിക്ക് ഈ ഇത്തരം പരിപാടിയായിട്ട് നടക്കുന്ന ഒരു എംപ്ലോയിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളെ എൻ്റർടൈൻ ചെയ്തില്ലെന്ന് മാത്രമല്ല, ഞാൻ ആ പ്രദേശത്തു നിന്ന് ഇങ്ങനെ ഒഴിവാക്കും. കുഴപ്പനെയും കളിപ്പീരുകാരനെയും. മനസ്സിലാകുന്നുണ്ടോ? ആ കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിർത്തരുത്. ചെയ്യുക അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതാണ്. അയാളെ പ്രോത്സാഹിപ്പിക്കരുത്. അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അങ്ങനെ അവസരം പോലും പിന്നെ കിട്ടരുത്. പക്ഷെ ഇവർ എത്രാമത്തെ ആയിരിക്കും ഇത്? ഇവരൊക്കെ എന്തോരം കൈക്കൂലി മേടിക്കുന്നുണ്ടാവും, എത്ര നിരപരാധികളെ ഇവർ കുറ്റക്കാരാക്കുന്നുണ്ടാവും, എത്ര ജെന്യുവിനായിട്ടുള്ള പരാതികൾ കാണാതെ വെച്ചിട്ടുണ്ടാവും, ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും. ഇവൻ ശ്രദ്ധിക്കുന്ന മുഴുവൻ വേറെ സ്ഥലത്തല്ലേ. അപ്പം അതുപോലത്തെ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഈ കേരളത്തിൽ കൂടിയിട്ടുണ്ട്. കറക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടിയതിൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ചെറിയ ചെറിയ സംഭവങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് കള്ളക്കേസും കള്ള വാർത്തയും പടുത്തു വിട്ടിട്ട് ഈ പറഞ്ഞ 3 കൂട്ടരും, ഈ പറഞ്ഞ എന്താ പറയണ്ടേ, സെക്കൻഡ് പില്ലറായ ജുഡീഷ്യറിയും, തേർഡ് പില്ലറായ ജുഡീഷ്യറിയും, ഫോർത്ത് പില്ലറായ ഈ പറഞ്ഞ മീഡിയയും ഒന്നും തന്നെ അതൊന്നും അറിയുന്നില്ല, അവർക്കത് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്ന തരംതാന്ന ഒരു ഇടപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. ലെജിസ്ലേറ്റീവും അസംബ്ലിയും പിന്നെ പറയണ്ടല്ലോ, അവിടെ തൊട്ട് ഇങ്ങോട്ട് കറപ്ഷൻ ആണല്ലോ. മുഴുവനും കറപ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ മെയിൻ പില്ലേഴ്സ് കറപ്റ്റഡ് ആണ്. ഈ ജനം ഇവിടെ നിൽക്കുന്നവന്മാർ അതിലും വലിയ വിഡ്ഢികളുമാണ്. ഈ വിഡ്ഢികളെ പറ്റിച്ചല്ലാതെ മര്യാദയ്ക്ക് നടത്താൻ എന്തുകൊണ്ട് ഇവർക്ക് പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ജനിച്ചു കൊടുക്കുന്നവരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ രണ്ടാമത് കണ്ട സമയമായെന്ന് വല്ല ബ്രിട്ടീഷുകാരെ കൊണ്ടൊന്ന് ഭരിപ്പിക്കേണ്ടി വരും ഇവിടെ. ഇനി നന്നാവണമെന്നുണ്ട്. ഇത് പഴയ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുക. ഏത് ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് ഒരു ഇന്ത്യ ഉണ്ടല്ലോ, ഭിന്നിച്ച് കിടന്നൊരു ഇന്ത്യ. ആ ഇന്ത്യ ഇപ്പൊ കാണാൻ പോകുന്നത്. കേരളം തന്നെ ഒരു 3ആയിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിയാണ് ഇവര്. അത്രയും നശിച്ചൊരു നാടാ ഇത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നടക്കുന്നത് ഇവിടെ. അല്ല, ഇങ്ങനെ നടക്കത്തില്ല. ഇപ്പൊ ഈ മണവാളന്റെ കേസ് കണ്ടു നോക്കും, നിങ്ങളെ വീഡിയോ കണ്ടു നോക്കാൻ പറയുന്നത് എന്തുവാന്ന്. അവൻ നിരപരാധി, അവൻ അതുവഴി പോയെന്ന് ഒന്ന് ഫേമസ് ആയിട്ട് എടുത്തതിനെ കിട്ടി, പൊക്കി, എന്നിട്ട് കഥ അടിച്ചു വിട്ടു പോലീസും മാധ്യമങ്ങളും ചേർന്ന്. ഇതിനെതിരേക്ക് അവൻ കേസ് കൊടുത്തിട്ട് ഇവന് നീതി കിട്ടുമെന്ന് ഈ പറയുന്നത് ഇവിടെ. അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് വരുമ്പോഴത്തേക്കിന് അവന് ഇതിനകത്ത് ഇടപെട്ട പലരും ചത്ത് കാണും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് കാണും. ഇവന് മാനസിക രോഗിയാണെന്ന് വരെയൊക്കെ വാർത്ത വിട്ടവരോ, മാനസിക അസ്വാസ്ഥ്യം പോലെ തോന്നി അങ്ങനെയൊക്കെ ഇതിന് വാർത്ത വിടുന്നത്. സ്വന്തം വീട്ടിൽ ഇതിന് വലിയ മാനസിക അസ്വാസ്ഥ്യമുള്ള ഭാര്യയും കൊച്ചുമൊക്കെ കാണും ഇവനൊക്കെ. അവൻ അതൊന്നും നോക്കാതെ ഇറങ്ങിയേക്കുക. അല്ലെങ്കിൽ ഇവൻ്റെ പേരൻസിന് എന്താ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വാർത്ത കൊടുക്കത്തില്ല. അങ്ങനല്ല അത് പറയണ്ടേ. അതിന് ആ വാർത്ത കൊടുക്കേണ്ട രീതി അതല്ല. അത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ ക്ലിക്ക് ബൈറ്റ് ഒരു കണ്ടന്റ്. അതിന് വേണ്ടിയിട്ട് ഇടുന്ന മാനസിക രോഗമെന്ന്. ഏത് നമ്മുടെ മണവാളൻ എന്ന് പറഞ്ഞൊരു പയ്യന് അവൻ ചെയ്തത് പ്രാങ്ക്. ഇതൊക്കെ ഇതിനപ്പുറത്തെ പ്രാങ്കുകൾ കണ്ടിട്ടാണ് ഇവന്മാർ ഇവിടെ കോപ്പി ചെയ്യുക ചെയ്തേക്കുന്നത്. ഇവർ കണ്ടുപിടിച്ച ഒരു കാര്യം ഇവിടെ എടുത്തിട്ടില്ല. ലോകത്ത് മുഴുവൻ നടക്കുന്ന പലതരം കണ്ടന്റുകൾ ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് തോപ്പിയാണേലും കൊള്ളാം, ഈ മണവാളനാണേലും ബാക്കിയുള്ള റോസ്റ്റിംഗ് എന്ന് പറഞ്ഞവരും എല്ലാവരും അതാ ചെയ്യുന്നത്. ഇവിടുത്തെ എംഫോടെക്കാരനാണേലും പലതും കണ്ടിട്ടൊക്കെ തന്നെ തുടങ്ങിയത്. അല്ലാതെ ഇവനൊന്നും കണ്ടുപിടിച്ചതൊന്നും അല്ലത്. അത് കുക്കിങ്ങും മറ്റേതും മറിച്ചതും ട്രാവൽ വ്ളോഗും എല്ലാം പുറത്ത് നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കോപ്പി ചെയ്തെന്ന് പറയാം. ഇമിറ്റേഷൻ അല്ല എങ്കിൽ പോലും അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്ന ആൾക്കാരാണ്. ലോകം മുഴുവൻ നടക്കുന്ന സംഭവം ഇത്. അല്ലാതെ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതരം പ്രതിഭാസമാണെന്നൊന്നും വിചാരിച്ചുകൊണ്ട് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കാൻ മടിയില്ലാത്തവരെന്ന് പറയുന്നവർ അധികാരത്തിലിരിക്കുന്നിടത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത്. പിന്നെ പ്രായം ചെന്ന പൊട്ടന്മാർക്ക് ഇത് അറിയത്തുമില്ല. പിന്നെ കൂടുതൽ പേർക്ക് ഈ സോഷ്യൽ മീഡിയ എന്നൊന്നും ബോധവും ഇല്ല. എനിക്ക് അറിയാവുന്ന അത്രയും പോലീസുകാർക്ക് ഞാൻ മനസ്സിലാക്കിയത്, പല പോലീസുകാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അല്ലേ പിന്നെ ട്രൈപ്പോഡ് എടുത്തുകൊണ്ട് പോകും. ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ, ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഡ്ഢിത്തരം തുടങ്ങിക്കഴിഞ്ഞാൽ വിഡ്ഢിത്തരത്തിൻ്റെ ഒരു മാലയാണ്, ഒരു ചങ്ങലയാണ്, കണ്ണികളായിട്ട് വിഡ്ഢിത്തരങ്ങൾ പറയുന്നത്. ഇത് വിഡ്ഢിത്തരം മാത്രമേ അറിയത്തുള്ളൂ. ആർക്ക് വേണ്ടി ജോലി എടുക്കുന്നത്?
എന്താ ഇവരുടെ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ പ്രശ്നം എന്താ, ശരിക്കും എന്താ പ്രശ്നം ഇവരുടെ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നായി പറയുന്നത്? ആര് കറക്റ്റ് ചെയ്യാനാ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? എനിക്കറിയത്തില്ല. മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തെണ്ടിത്തരങ്ങൾ. അത് ഈ ചെറുപ്പക്കാരെ പറ്റിയാണ് മൊത്തം തെണ്ടിത്തരം പറഞ്ഞത്. ഇവർക്ക് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരല്ലേ, അവരാരെയും ഹാം ചെയ്യുന്നൊന്നുമില്ല. മനസ്സിലാ